ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ നിറങ്ങളുടെ നൃത്തം എന്ന ഭാഗമാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലെ ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. നിറങ്ങളുടെ നൃത്തം. കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങളുണ്ടല്ലോ. ഏതെല്ലാമാണവ? പടയണി, തെയ്യം, മുടിയേറ്റ്, തിറ, കാക്കാരിശി നാടകം, വേലക്കളി, ചവിട്ടുനാടകം, കോൽക്കളി, മാർഗംകളി, കുമ്മാട്ടിക്കളി, പരിചമുട്ടുകളി, ദഫ് മുട്ട്, ഒപ്പന, ഭരതനാട്യം, കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി മുതലായവ. നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ? ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ. കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ. മക്കളെ, നിങ്ങൾ കണ്ടിട്ടുള്ള കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ വരയ്ക്കുമല്ലോ. അടുത്ത ചോദ്യം എന്താ വരുന്നത്? കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ. നിങ്ങളുടെ നാട്ടിൽ കലാരംഗത്തുള്ളവരുമായി സംസാരിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയണമെന്ന ആഗ്രഹമുണ്ടോ അതൊക്കെ ചോദിച്ചറിയുക. ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട്. ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല. വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട്. പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം. 2 കലാരൂപങ്ങളുടെയും ചിത്രം നോക്കൂ മക്കളെ. ഒന്ന് എന്താ? കഥകളി അല്ലേ? ആദ്യത്തെ ചിത്രം കഥകളിയാണ്. കഥകളിയുടെ കത്തിവേഷമാണ് ആ ചിത്രത്തിലുള്ളത്. രണ്ടാമത്തെ ചിത്രം എന്താ? പടയണി. മക്കളെ, ഈ പാഠപുസ്തകത്തിലെ 2 ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കാഴ്ചയിൽ 2 കലാരൂപങ്ങൾ തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കൂ. വ്യത്യാസങ്ങൾ നോക്കാം. പടയണി വലിയ കിരീടമാണ് ഉപയോഗിക്കുന്നത്. കഥകളിയിൽ പടയണിയിലെ വലിയ കിരീടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ കിരീടമല്ല. പടയണിയിലെ അടുത്ത വ്യത്യാസം നോക്കാം. കുരുത്തോലയും കവുങ്ങിൻ പാളയും മറ്റും ഉപയോഗിച്ചാണ് കിരീടങ്ങൾ നിർമ്മിക്കുന്നത്. കഥകളിയിൽ മരം കൊണ്ടും മറ്റും നിർമ്മിച്ച സ്വർണ്ണ നിറമുള്ള തകിടുകളും നൂലുകളും പതിപ്പിച്ച കിരീടമാണ് ഉപയോഗിക്കുന്നത്. പടയണിയിലെ അടുത്ത വ്യത്യാസം നോക്കാം. പ്രകൃതിദത്തമായ കുരുത്തോലയും പാളയുമൊക്കെയാണ് പ്രധാന വേഷവിധാനം. കഥകളിയിൽ പല നിറത്തിലുള്ള തുണികളും ആഭരണങ്ങളുമാണ് അണിയുന്നത്. ഇനി നമുക്ക് സാമ്യങ്ങൾ നോക്കാം. 2 കലാരൂപങ്ങളും വളരെ ചടുലതയോടെയാണ് അവതരിപ്പിക്കുന്നത്. 2ലും വളരെ വർണ്ണാഭമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. 2 കലാരൂപങ്ങളിലും ധാരാളം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതോടുകൂടി നിറങ്ങളുടെ നൃത്തം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി കാണാം.